ഈ സീസണിന്റെ തുടക്കത്തിൽ ഒരുപാട് പേരുടെ റെലഗേഷൻ ഫേവറേറ്റ്സ് ആയിരുന്നു ഡൽഹി. ഞാൻ എന്നിട്ടും പക്ഷേ ഡൽഹിനെ ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ നിമിഷവും എനിക്ക് എന്തോ എൻ്റെ മനസ്സ് പറയുന്നു അവർ ഈ സീസൺ സർവൈവ് ചെയ്യുമെന്ന്. എനിക്കറിയാം 3 മത്സരങ്ങൾ തോറ്റ് ആ 3 മത്സരങ്ങളിൽ 7 ഗോളുകൾ കൺസീഡ് ചെയ്തൊരു ടീമിനെ കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ വന്നിരുന്നു പറയാൻ പറ്റുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ബേസിക്കലി ഫിക്സ്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേർസ്റ്റ് പോസിബിൾ സ്റ്റാർട്ട് തന്നെയായിരുന്നു. ആദ്യം അവർ ബംഗളൂരു FC നേരിട്ടു, പിന്നെ അവർ ഈസ്റ്റ് ബംഗാളിനെ നേരിട്ടു, പിന്നെ അവർ ഗോവനെ നേരിട്ടു, ഇനി അവർ നേരിടാൻ പോകുന്നത് മുംബൈ സിറ്റിനെയാണ്. അതെല്ലാ മത്സരങ്ങളും എവേ മാച്ചുകൾ. അപ്പൊ അത്രയും ട്രാവലിംഗ് ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. 4 ബെസ്റ്റ് ടീമുകൾക്കെതിരെയാണ് അവരുടെ ആദ്യത്തെ ISL ക്യാമ്പയിൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫിക്കൽട്ടായ ഫിക്ചറുകൾ ആദ്യം തന്നെ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു റിലേറ്റീവ്ലി ഓക്കെ ആയിട്ടുള്ള ഒരു റൺ അവർക്ക് ഇനി അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായാൽ അവർക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇപ്പോഴും ഉണ്ട്. മുംബൈ സിറ്റിക്കെതിരെയുള്ള അടുത്ത മത്സരത്തിന് ശേഷമാണ് എൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വലി അവരുടെ സീസൺ തുടങ്ങാൻ പോകുന്നത്. ബിക്കോസ് അത് കഴിഞ്ഞുള്ള മത്സരങ്ങളിൽ അവർ നേരിടാൻ പോകുന്നത് കുറച്ചൊക്കെ അവരുടെ ഇൻ ആൻഡ് അറൗണ്ട് ഉള്ള ടീംസാണ്. ഒഡീഷനെ അവർ നേരിടുന്നുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നുണ്ട്, മുഹമ്മദിനെ നേരിടുന്നുണ്ട്. ആ മത്സരങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു റിസൾട്ട് കണ്ടെത്താനായാൽ ഓബ്വിയസ്ലി ആ ടീമുകളുമായിട്ട് അവർക്കൊരു ഡിസ്റ്റൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, കയ്യിലുള്ള ടാലന്റുകൾ ആയിക്കോട്ടെ അത്യാവശ്യം ഡീസന്റ് തന്നെയാണ്. അതിൽ വലിയ കുറ്റങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. ഈ മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അസറൊക്കെ നല്ലോണം ഗെയിം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അലക്സ് സജി തിരിച്ച് ടീമിലേക്ക് വന്നിട്ടുണ്ട്. റിബേറോയും ഇൻ പാച്ചസ് നല്ലോണം കളിച്ചെന്ന് തന്നെ പറയാം. പിന്നെ ഓഗസ്റ്റിൻ ലാൽറോച്ചാന കഴിഞ്ഞ കളി ഗോൾ അടിച്ച പ്ലെയറാണ്. ഇവരെല്ലാവരും കളിയുടെ ചില നിമിഷങ്ങളിൽ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 90 മിനിറ്റ് ഉടനീളെ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് അവരുടെ ചാലഞ്ച്. അത് ഇവൻച്വലി ഈ ടീം കുറെ മത്സരങ്ങൾ കളിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവൻച്വലി 1-2 റിസൾട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വൽ ക്വാളിറ്റി ആ ടീമിൽ എവിടേക്കോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ആര് പുറത്തു കൊണ്ടുവരും എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വരുമോ എന്നാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ പേടി.